തിരുവനന്തപുരത്ത് നിന്ന് ഷീജയാണ് തുടങ്ങുന്നത്. നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ ചോദിച്ച് തന്നെ തുടങ്ങാം. നഗരത്തിൽ ഇന്നലെ രാത്രി മുതലേ കനത്ത മഴയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ട് എങ്കിൽ പോലും. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഷീജ, മഴ ചെറുതായി ഒന്ന് മാറി നിന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ വെള്ളം ഒന്നും ഉണങ്ങിയിട്ടില്ല. ഷീജയ്ക്ക് പിറകിൽ കാണുന്ന നമുക്ക് ആ റോഡുകളിൽ കാണാം വെള്ളം തളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള മഴ തന്നെയാണ് കഴിഞ്ഞ രാത്രിയും നഗരത്തിൽ ലഭിച്ചത്. മലയോര പ്രദേശങ്ങളിലൊക്കെ അവസ്ഥ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ട്രെയിൻ ഗതാഗതം വലിയ രീതിയിൽ താറുമാറായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 5:55 പുറപ്പെടേണ്ട കണ്ണൂർ ജനശതാബ്ദി, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ഇനിയും പുറപ്പെട്ടിട്ടില്ല. 8:45 അത് പുറപ്പെടൂ എന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വിവിധ ട്രെയിനുകൾ പിടിച്ചിടേണ്ട അവസ്ഥയുണ്ട്. ട്രാക്കിലേക്ക് മരം വീഴുന്ന സാഹചര്യം. കാറ്റാണ് വില്ലൻ, അല്ലേ? തീർച്ചയായും വിനിഷ, ഏതായാലും ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമ്പോൾ വലിയൊരു പ്രതിസന്ധി സംസ്ഥാനത്തിന് ഉണ്ടായതെന്ന് പറയുന്നത് ഇത്തവണത്തെ കാലവർഷത്തിൽ പടിഞ്ഞാറൻ കാറ്റ്, അത് അതിശക്തമായിട്ടുള്ള കാറ്റാണ് സംസ്ഥാന വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യാപക നാശനഷ്ടം ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വ്യാപക കൃഷിനാശം അടക്കം പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു അലർട്ടിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയും അതിതീവ്രമായ മഴയ്ക്കുമുള്ള സാധ്യത മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിൽ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കിയിലും കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഏകദേശം വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച ശക്തമായിട്ടുള്ള മഴയാണ്. അത് മഴയും കാറ്റും കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യം അതേ തുടർന്ന് ഉണ്ടായി. തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ മലയോര മേഖലയിലും നഗരപ്രദേശത്തും അടക്കം വലിയ തോതിൽ മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുടനീളം ഉണ്ടായത്. പുലർച്ചെ വരെ ഇത് നീളുന്നൊരു സാഹചര്യവും ഉണ്ടായി. പല വീടുകളുടെയും മതിലുകൾ അടക്കം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അതൊക്കെ ഉണ്ടായി. നിലവിലേതായാലും എല്ലായിടങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ KSEB എത്തി അതിൻ്റെ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും മരങ്ങൾ ഈ രീതിയിൽ കടപുഴകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറഞ്ഞത് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ളവർ ഒക്കെ അതീവ ജാഗ്രത പുലർത്തണം. എവിടെയെങ്കിലും പാർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന് തയ്യാറാവണം. അധികൃതർ പറയുന്നതനുസരിച്ച് മാറിപ്പാർക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് വലിയ തോതിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുഴകളും നദികളും ഒക്കെ പെട്ടെന്നാണ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നു എന്നുള്ളത് കൊണ്ടാണ് വിനോദസഞ്ചാരത്തിനായോ അല്ലെങ്കിൽ കുളിക്കാനായോ പോലും ഈ പുഴകളുടെയോ നദികളുടെയോ അടുത്തേക്ക് ആരും പോകരുത് എന്നുള്ളൊരാവശ്യം കൂടി പറയുന്നത്. ഒപ്പം തന്നെ ഈ നദികൾ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. ഏതായാലും സംസ്ഥാന വ്യാപകമായി ഇന്നും മഴ അതിശക്തമായി തുടരും എന്ന് തന്നെയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് വിനിഷ. പക്ഷേ 10 മണിക്കായിരിക്കും പുതുക്കിയ അലർട്ടുകൾ വരിക. അതിൻ്റെ അനുസരിച്ചായിരിക്കും ഇന്നത്തെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുക. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴാണ് മഴയ്ക്കൊരല്പം ശമനമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മഴ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും അനുമാനിക്കാൻ വിനിഷ. ഷീജ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെയൊക്കെ അവസ്ഥ എന്താണ്? മത്സ്യബന്ധന വിലക്കുണ്ട് കേരള തീരപ്രദേശത്ത്. അതുപോലെ തന്നെയാണ് കടലാക്രമണത്തിൻ്റെയും കടൽക്ഷോഭത്തിൻ്റെയും സാധ്യത. ഇടവിട്ട മഴ അത് മത്സ്യബന്ധനത്തെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് തീരപ്രദേശത്തെ ആളുകളെ, മത്സ്യത്തൊഴിലാളികളെ ആയാലും തീരപ്രദേശത്ത് വസിക്കുന്നവരെ ആയാലും ബാധിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെയൊക്കെ ഒരു സാഹചര്യം?
തീർച്ചയായും കടൽ പ്രക്ഷുബ്ധമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്നു എന്നുള്ളതും കാറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിലാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനം കേരള ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം 31 വരെ. അതുകൊണ്ട് ആരും തന്നെ കടലിൽ പോകരുത്, ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഉയർന്ന തിരമാല സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീരമേഖലയ്ക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് എവിടെയെങ്കിലും ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം എന്നുള്ളത് ജില്ലാ കളക്ടർക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് തന്നെ ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ജനങ്ങൾ കൃത്യമായ രീതിയിൽ ഈ മഴക്കാലത്ത് ജാഗ്രത പാലിച്ചേ മതിയാകും. പ്രത്യേകിച്ചും ഇത്തവണത്തെ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെ കാലവർഷം എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് വലിയ തോതിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗത, പടിഞ്ഞാറൻ കാറ്റ് അത് മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ അധികം വേഗതയിലാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ജാഗ്രത ജനങ്ങൾ പാലിക്കണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. വിനിഷ. ശരി, തീർച്ചയായും ഷീജയും അത് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി. കാരണം പുറത്തു പോകുന്നതാണ്, നിരവധി വാർത്തകളുമായി പുറത്തേക്ക് സഞ്ചരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് കാലവർഷത്തെ കരുതിയിരിക്കുക, മുന്നറിയിപ്പുകൾ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. താങ്ക് യു ഷീജ.